ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ ജില്ലകളിലെ സർക്കാർ ആശുപത്രികളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകളുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളതെന്നും ഏതൊക്കെ ജില്ലകളിലാണ് ഒഴിവുകൾ ഉള്ളതെന്നും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നോക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. തിരുവനന്തപുരം ഫോർട്ട് താലൂക്ക് ആശുപത്രിയിൽ ലക്ഷ്യ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ക്ലീനിങ് സ്റ്റാഫുകളെ നിയമിക്കുന്നുണ്ട്. KSPF വഴിയാണ് നിയമനം നടത്തുന്നത്. ഇൻ്റർവ്യൂ നടക്കുന്നത് ഫെബ്രുവരി 6 രാവിലെ 10 മണിക്കാണ്. അപ്പോൾ SSLC പാസ്സാവാത്ത 18 മുതൽ 40 വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രതിമാസ വേതനം 9,000 രൂപയാണ് ലഭിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഉഴവൂർ KR നാരായണൻ മെമ്മോറിയൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ താൽക്കാലിക ഡയാലിസിസ് ടെക്നീഷ്യന്മാരെ നിയമിക്കുന്നുണ്ട്. അപ്പോൾ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി 3 ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുമായി KR നാരായണൻ മെമ്മോറിയൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. അടുത്തത് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാസ് പദ്ധതിയുടെ കീഴിൽ EEC ടെക്നീഷ്യൻ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ വരുന്നത് +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. കൂടാതെ ന്യൂറോ ടെക്നോളജി 2 വർഷത്തെ കോഴ്സ്, കുറഞ്ഞത് 6 മാസം മെഡിക്കൽ കോളേജിൽ നിന്നുമുള്ള ഇൻറ്റേൺഷിപ്പ്, കൂടാതെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരവും കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. 6 മാസ കാലയളവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഫെബ്രുവരി 6 എറണാകുളം മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ കാര്യാലയത്തിൽ രാവിലെ 10:30 നടക്കുന്ന വാക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. അന്നേ ദിവസം രാവിലെ 9 മണി മുതൽ 10 മണി വരെയാണ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുക. സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തവർക്ക് മുൻഗണന നൽകുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് ലാബ് ടെക്നീഷ്യൻ, സ്റ്റാഫ് നഴ്സ്, സെക്യൂരിറ്റി തസ്തികകളിലേക്കാണ് താൽക്കാലിക നിയമനം വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ സെക്യൂരിറ്റി തസ്തികയിലേക്ക് എക്സ് സർവീസ്മാൻ ആയിരിക്കണം. കൂടാതെ ശാരീരിക മാനസിക വൈകല്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഏജ് ലിമിറ്റ് വരുന്നത് 50 വയസ്സ് വരെയാണ്. സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM ഉണ്ടായിരിക്കണം. കൂടാതെ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് BSc MLT അല്ലെങ്കിൽ DMLT PSC അംഗീകൃത കോഴ്സും ഉണ്ടായിരിക്കണം. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷകൾ, സർട്ടിഫിക്കറ്റുകളുടെയും തിരിച്ചറിയൽ രേഖകളുടെയും പകർപ്പും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയുമായി ഫെബ്രുവരി 3 വൈകിട്ട് 5 മണിക്കകം ഓഫീസിൽ നൽകേണ്ടതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ ഡയാലിസിസ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുക. ഇൻ്റർവ്യൂ നടക്കുന്നത് ഫെബ്രുവരി 3 രാവിലെ 10 മണിക്ക് ജില്ലാ ആശുപത്രി ഓഫീസിൽ വെച്ചിട്ടാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷയും ഫോട്ടോ പതിച്ച ബയോഡേറ്റ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ യോഗ്യതാ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ആവശ്യമായ രേഖകൾ എന്നിവ സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കണ്ണൂർ ഗവൺമെൻറ് ആയുർവേദ കോളേജ് ആശുപത്രിയിൽ പാർട്ട് ടൈം സാനിറ്റേഷൻ വർക്കർമാരെ നിയമിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി 13 രാവിലെ 10 മണിക്ക് ആശുപത്രി സൂപ്രണ്ടിൻ്റെ ചേംബറിൽ നടക്കുന്ന വാക്ക് ഇൻ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കേണ്ടതാണ്. പ്രായപരിധി വരുന്നത് 50 വയസ്സ് വരെയാണ്. സമാന മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രത്ത് വന്നിട്ടുള്ള ഒഴിവിനെ കുറിച്ചിട്ട് നോക്കാം. ഡ്രൈവർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കോൺട്രാക്ട് ബേസിലുള്ള നിയമനമാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ ലൈറ്റ് ആൻഡ് ഹെവി വെഹിക്കിൾസിലുള്ള വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ സമാന മേഖലയിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. മന്ത്ലി റെമ്യൂണറേഷൻ 15,000 രൂപയാണ് ലഭിക്കുക. ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സ് വരെയാണ്. ഒഴിവാണ് വന്നിട്ടുള്ളത്. 1 വർഷത്തേക്കുള്ള കോൺട്രാക്ട് ബേസിലുള്ള നിയമനമാണ്. മോഡ് ഓഫ് സെലക്ഷൻ വരുന്നത് റിട്ടേൺ ടെസ്റ്റ് ആൻഡ് സ്കിൽ ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. ഇൻ്റർവ്യൂ നടക്കുന്നത് 9/2/2023 രാവിലെ 10:30 മുതലാണ്.
റിപ്പോർട്ടിംഗ് ടൈം രാവിലെ 9 മണിക്കാണ്. അപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം ബയോമെഡിക്കൽ ടെക്നോളജി വിങ്, സാറ്റൽമെൻറ്റ് പാലസ്, പൂജപ്പുര, തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ SSLC, വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നിവയുടെ ഒറിജിനലും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസുമായിട്ട് വേണം ഇൻ്റർവ്യൂവിന് ഹാജരാകുവാൻ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയതിന് ശേഷം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ വിവിധ ജില്ലകളിലായിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.